pictures and all. So what we are planning to do is, we'll take the same pictures from Jesus Wonder episodes, and the kids will be able to paint those pictures in the apps, in the phones. That is one picture. That is one thing. And then jigsaw puzzle. That is the third feature. Jigsaw puzzle, the same pictures from the Jesus Wonder episode would be, they would be able to gather all those pictures. In the smartphone. So those are the three features we are planning to introduce in this new mobile app, which we are planning to do it after 3 months. That is the main thing. The target date is around, as of now we are planning to get it by July actually. Yeah. That is one thing. This this month end, what we are planning to do is, the website would be, the new website would be released. That's testing phase actually. Yes, okay. Thank you very much. Yeah. I think you need not. But also. Yeah. Go on. Very good, thank you. So thank you for your patient hearing, and I hope your heart will burn with encouragement to do something new for our children all over the world. Particularly നാട്ടിലെല്ലാം കൊച്ചു ടിവിയും ചോട്ടാ ഭീമനും ആയിട്ടാണ് ആൾക്കാർ ഇരിക്കുന്നത്. കുട്ടികളെല്ലാം ചോട്ടാ ഭീമൻ, ഉണ്ണികൃഷ്ണൻ, കൊച്ചു ടി വി, ഇതിനകത്ത് നിന്ന് അവരെ മാറ്റാനേ പറ്റുന്നില്ല. ചുട്കി. Anyway, so one point I wanted to remind you about all this. Most of the animation films, for us also it may be entertaining, but the biggest unrealism in that, unknowingly perpetuated, is all the animal characters speaking human language. This is the biggest fraud or biggest unrealism. Characters are mostly animal, but they are speaking. Abhi unrealism, നമ്മൾ കുറേ നേരം ഇതിങ്ങനെ കേട്ട് നമ്മളുടെ അകത്ത് ഈ ഹ്യൂമൻ ലാംഗ്വേജും മൃഗങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് വരുന്നത്. അന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും പപ്പയും മമ്മിയും വന്നിട്ട് പറയണത് അവർക്ക് മനസ്സിലാവുന്നില്ല. നിന്നോടല്ലേ പറയണത് കേക്ക്. അപ്പോഴും ആളവിടെ തന്നെ ഇരിക്കുക. യു ഗോട്ട് മൈ പോയിന്റ്? ഇങ്ങനെ ഒരു ഫിനോമിന ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെയാണ് എന്നെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നത്. സോ ദ ലോർഡ് സെ യു ഹാവ് ടു ഷോ റിയൽ തിങ്സ് വിത്ത് ദ ഹ്യൂമൻ. അങ്ങനെയാണ് ബൈബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിയൽ. ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റോറി. ഇറ്റ് ഈസ് നോട്ട് എ ഫിക്ഷൻ. ഇറ്റ് ഈസ് എ supernatural power of God worked through the hands of people, and that is a eternal power. ഇപ്പോഴും ജീസസ് വണ്ടറിലെ ചില എപ്പിസോഡ് കാണുമ്പോൾ, although I have seen it numerous times, എനിക്കത് കാണുമ്പോൾ ശരിക്കും I am feeling that experience. ഉദാഹരണത്തിന് ലാസറിൻ്റെ ഉയർപ്പിൻ്റെയൊക്കെ സീരിയൽ, അതെല്ലാം ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഇപ്പോഴും കാണുമ്പോൾ നമ്മൾ മേലൊക്കെ കുളിര് കോരുന്നൊരു അനുഭവം തോന്നുകയാണ്. അതാണ് ഇതിൻ്റെ ഈ ബൈബിൾ എവൻറ്റിൻ്റെ പ്രത്യേകത. ബൈബിൾ എവൻറ്റ്സ് ആർ വൺസ് ഹാപ്പൻഡ് ആൻഡ് ഇറ്റ് ഈസ് നെവർ എൻഡഡ്. ഇറ്റ് ഈസ് എൻറ്റേർഡ് ഇൻ ടു എറ്റേണിറ്റി. കുട്ടികൾ പറയുമ്പോൾ I have seen it once, why you want me to see again? Okay. അപ്പോൾ ഞാൻ പറയണത്, നീ എല്ലാ ദിവസവും കഴിക്കണ ചോറ് തന്നെയല്ലേ കഴിക്കണത്? Every day we say Hail Mary, every day we say Rosary, every day we hold Holy Mass. The same way Bible, and this is also can be used for family prayer. ഇപ്പോൾ നമ്മൾ ടിപ്പിക്കൽ ഒരു പ്രെയറാണ് പ്രാർത്ഥിക്കുന്നത്, but typical Bible reading. But why don't we take in a family prayer? Let us see one episode and have a discussion about that episode. അപ്പോൾ അത് ഭയങ്കര ലൈവ്ലി ആയിട്ട് വരും. അതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ. വൈ, എന്തുകൊണ്ടാണ് ആ വെള്ളം വീഞ്ഞായത്? അപ്പോൾ ആ ഡിസ്കഷൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം വീഞ്ഞായത് എന്തുകൊണ്ട്? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നൗ വി ഡോണ്ട് ഹാവ് മച്ച് ടൈം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ധ്യാനത്തിൻ്റെ കൺക്ലൂഡിങ് സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് ഈ അധികം സമയമില്ല. പ്രധാനമായിട്ട് ഉടനെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു അൺലേഷിംഗ് എക്സ്പീരിയൻസിന് വേണ്ടിയാണ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ ജ്വലിക്കുന്നതിന് വേണ്ടി. അതിൻ്റെ പ്രധാന തത്വം ഇതാണ്: നമ്മൾ ഓരോരുത്തരിലും
മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും പരിശുദ്ധാത്മാവിൻ്റെ നിരവധിയായ ദാനങ്ങൾ നമ്മളിലുണ്ട്. എന്തുകൊണ്ടെന്നാൽ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞിരിക്കുന്നു. യു ഹാവ് നോട്ട് ചോസൺ മീ, ഐ ഹാവ് ചോസൺ യു. അപ്പോൾ നമ്മൾ മാമോദീസായിലൂടെ ദൈവമക്കളാകുക മാത്രമല്ല, നമ്മളിലുള്ള ഉത്ഭവഭാവവും കർമ്മഭാവവും മുറിച്ച് മാറ്റുക മാത്രമല്ല, നമ്മളൊരു പുതിയ സൃഷ്ടിയാകുക മാത്രമല്ല, we have a task. We become a partaker in the ministry of Jesus. We become a partaker in the mission of Christ. The Spirit of Christ is upon us. So all what Jesus did, you also will do. അതാണ് ഈശോ പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എല്ലാം ചെയ്യും, അതിനേക്കാൾ വലിയതും ചെയ്യും. Can you believe this? എന്താ അതിൽ നിന്ന് ഉദ്ദേശിച്ചത്? പെട്ടെന്ന് അതിൻ്റെ ഒരു ക്വിക്ക് റിഫ്ലക്ഷൻ ഇതാണ്. നമ്മൾ നേരത്തെ രാവിലെ കണ്ടു, ഈശോയുടെ 3 വർഷത്തെ വചന പ്രഘോഷണ കാലഘട്ടത്തിൽ ഈശോ ആർക്കും അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് രക്ഷ കൊടുക്കാൻ പറ്റില്ലായിരുന്നു. എന്തുകൊണ്ടാ? In this public ministry time he could not give the salvation. The reason is the salvation can be given only after his death and resurrection. You got the point? But after the death and resurrection, he has gone up. He is not here. Then who will do it? That is why he said, whoever believes in me will do it. They are my branch and they will do greater things. ആ greater things എന്ന് പറയുന്നത് ഈശോ 33 വർഷക്കാലം അല്ലെങ്കിൽ ആ 3 വർഷത്തെ പരസ്യ പ്രഘോഷണത്തിൽ ചെയ്തതിനേക്കാൾ വലിയ കാര്യമാണ് യേശുവിൻ്റെ ഉയർപ്പ് കഴിഞ്ഞിട്ട് ഉള്ള സുവിശേഷ വേല. That salvation to proclaim. അതാണ് greater thing to the ends of the world. അതാണ് ഈശോ പറഞ്ഞത്, all powers of heaven and earth is given to me. Now you go. I am with you. You will do it. Basically നമുക്ക് പറ്റിയിരിക്കുന്ന ഒരു, അല്ലെങ്കിൽ ഞാൻ 40 വയസ്സായപ്പോൾ, in spite of my parents were very good, excellent model, very prayerful, every day we were going to church, but nobody told me that you have a task as a Christian. You are not only to experience Christ. Oh, I am a Christian, I go for Sunday Mass, I pray, I am enjoying life. That's not enough. You have a task to do. Annu mudala my Christian experience becomes something different. So when I experience Christ only as a receiver, that is one, and next I am experiencing Christ as a giver of Christ to others. The moment I first shared about Christ to somebody, it was such a great joy for me. A joy, and I have done something, and I am sure the whole heaven was looking at me. So that is the real experience of Christian. A Christian is a missionary. He is another Christ. The first task of the church is mission. ഈ പോയിന്റാണ് നമ്മുടെ ട്രഡീഷണൽ ക്രിസ്ത്യാനിറ്റിയിൽ നമ്മൾ ഇനി റീബിൽഡ് ചെയ്യേണ്ടത്. എവറി ചൈൽഡ്, ഈവൻ കുട്ടികൾ സ്കൂളിൽ പോയി കഴിയുമ്പോൾ ഒരു കുട്ടിയോട് ചോദിച്ചു, എന്താ നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ കുരിശ്? ഷീ മസ്റ്റ് ബി ഏബിൾ ടു ആൻസർ ഇൻ എ മിഷനറി വേ. Otherwise he can say, oh no, you don't have to know that, that's my private matter. This is also an answer. But she should have that, or that he should have that courage to say, this is Jesus Christ, the Son of God, who became man, who took all our sins and died for us. You know, he also took your sins. At that time there was no Christianity. Jesus came for all. Christianity was not there. Jesus did not come for Christians. Jesus came for all people. And you also can receive the blessing of Christ. In what ശ്വാസത്തിൽ ഇത്ര അടിക്കണം. That is the kerygma. That is the first evangelization. That way you planted that seed. Now the one who planted sleep and rise, the seed will sprout and grow. Seed is not relating to the one who is. ഇതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. നമ്മൾ സീഡ് പ്ലാന്റ് ചെയ്തങ്ങ് പോവുക, and
it has in itself an inherent software to sprout and rise. Okay. അപ്പോൾ ഇത് ഒരു charism എന്ന് പറയാം. This all need the power of Holy Spirit. The Lord do not want us to do anything with our own human power. We can't. ഈ മുക്കുവന്മാരെല്ലാം കർത്താവ് വിളിച്ചു. Luke chapter 9, 1 and 2. Luke chapter 9, 1 and 2 is a beautiful conviction we can have. He called them, and as soon as he called them, what is the next thing he did? He gave them what? Authority, gift of healing, deliverance and preaching. He called them, he gave them, and the next he sent them. He called the 12 to him. They came, and he gave them power and authority to heal the sick and deliver the people and proclaim the word of God. And he sent them. ഇങ്ങനെ ഒരു ഡയമെൻഷനാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. He called us through our baptism, confirmation and Eucharist. And he gave us all the charisms. Suppose you call a carpenter to make a dish, table. What do you expect him to bring? Tools. He cannot do without the proper tools. These days we have a lot of perfect and good machine working electrical tools. So he can do it very fast. So every task of evangelization need a tool. That is the charisms, the spiritual gifts. These tools are given to us. That's why, see, basically I was an engineer, but when he called me, I began to preach. And everybody was realizing, he has a charism of preaching. Once a group of priests, they called somebody for a retreat one day, but that priest could not come because of some sickness. So they thought of calling me. I was working as an engineer around there. I said, I have never preached to priest. And this priest who invited me said, yesterday night, 9 o'clock to 11 o'clock, you were speaking to me. That is preaching. I said, I was only sharing my God experience. Exactly, that is what we need. Share your God experience. And that day when I was preaching to about 25 priests and about 50 sisters, they realized from my preaching, they said, this is a charism. He has a charism to preach even to the priest. That is the first time I am realizing there was this charism already in me, which is now triggered, which is now activated through the Holy Spirit. And thereafter, I went all around India preaching to more than 50 dioceses, for priests and religious and bishops. I preached to the CCBI, the Bishop Conference of India. I preached to my own diocese. And everybody realized this is a charism. And 9 days I preached without referring any note or anything. It's all spontaneous. So that is how you recognize the Holy Spirit work in everybody. In each one of you now, please recognize the Holy Spirit has put into you a charism. Now let us pray. And immediately we will move to the chapel, and me and Father will pray over you to open up this charism. Okay? So before that, right now we make a prayer like this. Keep a hand on your heart and believe that you have a responsibility already given to you through the baptism and confirmation, that you have been sent. You have been given the fruits and the gifts of the Holy Spirit. Let us pray. Abba Father, I thank and praise you for the great closeness and intimacy you have given to me. And all these last 3 days you have poured out into me the wisdom, knowledge, understanding, and the great aspect of faith. And now I feel responsible to trigger and activate my charism and share my faith to others. Now you repeat after me. Abba Father, in the name of Jesus, I pray to you, Father,
Baptize me in the Holy Spirit. Open all charisms for evangelization and for witnessing my own life and my leading my family. Open the charisms. Oh Holy Spirit, I pray to you, Father. Oh Father, I pray to you in the name of Jesus. Open the charisms of the Holy Spirit in me. Mother Mary and the saints and angels, pray for me. Praise you, Jesus. Thank you, Jesus. Open the charisms. Praise you, Jesus. Thank you, Jesus. Hallelujah. 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 Praise the Lord. With this expectation, let us come to the chapel now straight. നമ്മൾ പോകുമ്പോഴത്തേക്ക് നമുക്ക് പ്രത്യേകിച്ച് ഒരു ബെഡിന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ദാറ്റ്സ് ഗുഡ് ന്യൂസ്. സോ ലീവ് ദ ബെഡ്സ് ജസ്റ്റ് ലൈക്ക് what they said, do the cleanup that we have to, whatever